നമസ്കാരം. ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അഥവാ PAC യുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. പൊളിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് കൂടിയാണ്. നമ്മുടെ പാർലമെന്ററി കമ്മിറ്റീസ് ഒക്കെ പഠിക്കുമ്പോഴേക്കും അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അഥവാ PAC എന്ന് പറയുവാണെങ്കിൽ. സോ PAC യുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. സോ അവിടെ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് PAC അഥവാ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാം റിലേറ്റഡ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഇത് ഇന്ത്യൻ പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെയാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 റിലേറ്റഡ് ആയിട്ട് നമ്മളിത് പഠിക്കാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ ഒരു ആർട്ടിക്കിൾ വീണ്ടും ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇന്ത്യൻ പൊളിറ്റി തന്നെ വിത്ത് റെസ്പെക്ട് ആണ്. പിന്നെ കുറച്ചുകൂടെ ഗവേണൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ കൂടെ പറയാൻ പറ്റുന്നതാണ്. ഇന്റർപോൾ എന്നുള്ള ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. സോ ഇന്റർപോൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും വാർത്തയിൽ കേൾക്കാറുണ്ട്. ഇപ്പം ഇന്റർപോൾ നോട്ടീസ് പുറപ്പെടുവിച്ച ഈ പറഞ്ഞ പോലെ കുറ്റവാളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പത്രങ്ങളിലൊക്കെ തന്നെ കാണാറുണ്ട്, അല്ലെങ്കിൽ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബോഡിയാണ് ഈ പറഞ്ഞ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു ഏജൻസിയാണ് ഇന്റർപോൾ എന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്യുവർലി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഏറെക്കുറെ ഇവർ ചെയ്യുന്ന ഒരു കോർഡിനേഷൻ ആക്ടിവിറ്റിയാണ്. രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു കോർഡിനേഷൻ നടത്തുക എന്നുള്ളതാണ് ഇന്റർപോളിന്റെ പ്രധാനപ്പെട്ട എന്താ പറയുക ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് നടക്കുന്നത്. എനിവേ ഇന്റർപോളിന്റെ ഒരു കോൺഫറൻസ് ഇന്നലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ CBI-യുമായിട്ട് ചേർന്നിട്ട് ഒരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ആ കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. സോ എനിവേ തേർഡ് ആർട്ടിക്കിൾ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ PDS-ഉമായിട്ട് ബന്ധപ്പെട്ടാണ് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. സോ ഫസ്റ്റ് രണ്ട് ആർട്ടിക്കിൾ ശരിക്കും പറഞ്ഞാൽ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവുള്ള ആർട്ടിക്കിൾ തന്നെയാണ്. മൂന്നാമത്തെ ആർട്ടിക്കിളായ നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ഒരു മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നന്നായിട്ട് പഠിക്കാനുള്ള ആർട്ടിക്കിളാണ്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്താണ്, അതുപോലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. എനിവേ ഈ ഒരു കാര്യം മെയിൻലി ഡീൽ ചെയ്യുന്ന എക്കണോമിക്സ്, അഗ്രികൾച്ചർ അല്ലെങ്കിൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് ആർട്ടിക്കിൾ ഇന്ത്യയുടെ ക്രിട്ടിക്കൽ മിനറൽ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു എഡിറ്റോറിയൽ പേജിൽ തന്നെ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ആ ഒരു ക്രിട്ടിക്കൽ മിനറൽ മിഷനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ബോത്ത് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലും അതുപോലെ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പോളിസി റിലേറ്റഡ് ആയിട്ടൊക്കെ വരുന്ന കാരണമാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവർണൻസിന്റെ പെർസ്പെക്റ്റീവിലും പഠിക്കേണ്ടത്. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ മിനറൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യ പുരോഗതിക്ക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൂടുതൽ ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള മിനറൽസ് ആണ്. സോ അതുകൊണ്ടാണ് അവിടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മളിതിനെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ 4 ആർട്ടിക്കിൾസ് വ്യക്തമായിട്ട് നമുക്ക് പഠിച്ചിട്ട് വേണം ലാസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രിലിംസ് ബേസ്ഡ് MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയേണ്ട സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഇതായിരുന്നു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അഥവാ PAC ടു റിവ്യൂ പെർഫോമൻസ് ഓഫ് SEBI സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആൻഡ് ഓഡിറ്റ് എയർപോർട്ട് താരിഫ്സ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കുന്നത്. സോ എനിവേ ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള എന്താണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, അല്ലെങ്കിൽ ആരാണ് ഇതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, എത്ര മെമ്പേഴ്സ് ഇതിനകത്ത് ഉണ്ടാവും, എന്താണ് ഇവരുടെ കാലയളവ് എത്ര നാളത്തേക്കാണ്, ടെന്യൂർ എത്ര നാളത്തേക്കാണ് തുടങ്ങിയ കാര്യങ്ങളാണ് വിശദമായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാൻ എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുള്ള. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നോക്കി പോകാം. എനിവേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു പാർലമെന്ററി കമ്മിറ്റീസ്. സോ ഈ പാർലമെന്ററി കമ്മിറ്റീസിൽ പ്രധാനമായിട്ട് 4 കമ്മിറ്റീസ് ആണുള്ളത്. ഫിനാൻഷ്യൽ കമ്മിറ്റീസ് ഉണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ഉണ്ട്, അഡ്ഹോക് ഓർ സെലക്ട് കമ്മിറ്റീസ് ഉണ്ട്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീസും ഉണ്ട്. ഈ ഓരോ കമ്മിറ്റീസും കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ല കേട്ടോ. നമുക്ക് പ്രിലിംസിന് നല്ല രീതിയിൽ ആവശ്യം വരാറുള്ള ഒരു ഏരിയ, മിക്ക വർഷങ്ങളിലും ചോദ്യം കാണാറുള്ള ഏരിയ ആണ്. എസ്പെഷ്യലി ഈ പറഞ്ഞ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീസും അതേപോലെ ഫിനാൻഷ്യൽ കമ്മിറ്റീസ് കൂടുതൽ ചോദ്യങ്ങൾ ഈ 2 കമ്മിറ്റീസിൽ നിന്നാണ് കണ്ടുവന്നിട്ടുള്ളത്. സോ ഇതിൽ തന്നെ ഫിനാൻഷ്യൽ കമ്മിറ്റീസിനകത്തെ ഒരെണ്ണമായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കൃത്യമായിട്ട് കൂടെ കാണാൻ സാധിക്കും. ഫിനാൻഷ്യൽ കമ്മിറ്റീസ് മെയിൻലി 3 എണ്ണം ഉണ്ട്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി ഉണ്ട്, പിന്നെ PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റീസും ഉണ്ട്. ഈ 3 കമ്മിറ്റീസ് ഫിനാൻഷ്യൽ കമ്മിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നതാണ്. അതിൽ തന്നെ ഒന്നായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് നമുക്ക് ഇന്ന് വാർത്തയിൽ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ റെഫറൻസ് ആയിട്ട് ചെയ്യേണ്ടത് മറ്റു കമ്മിറ്റീസിനെ കുറിച്ചും അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് റെഫർ ചെയ്ത് നോക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആർട്ടിക്കിളൊപ്പം തന്നെ ആ കാര്യങ്ങൾ നമുക്കൊന്ന് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. സോ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് വാർത്തയിലുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. സോ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് പറയുകയാണെങ്കിൽ 1921 അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആ കാലഘട്ടം എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റി കൂടിയായിരുന്നു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി 1921. ബിക്കോസ് ഈ ഒരു കമ്മിറ്റിയെ കുറിച്ചുള്ള ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 ആണ്. അതായത് നമ്മുടെ മോൺഫോർ റിഫോംസ് ഒക്കെ നമ്മൾ പഠിക്കില്ലേ, ആ ഒരു ആക്ട് ആയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ കുറിച്ചിട്ട് പരാമർശം നടത്തിയത്. അത് പ്രകാരം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1921 അപ്പൊ ശരിക്കും പറഞ്ഞാൽ 100 വർഷം കഴിഞ്ഞു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് കഴിഞ്ഞിട്ട് 100 വർഷം കഴിഞ്ഞു എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ദെൻ എല്ലാ വർഷവും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കമ്മിറ്റി കേട്ടോ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അപ്പം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ വൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെന്യൂർ എത്ര നാളത്തേക്കാണ്, 1 വർഷത്തേക്കാണെന്നുള്ള കാര്യം ഓർക്കുക. ഇത് പറയുന്ന പാർലമെന്റിന്റെ റൂൾ ഏതാണ്? റൂൾ നമ്പർ 308 ഓഫ് ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ് ഇൻ ലോക്സഭ. ലോക്സഭയുടെ ബിസിനസ് കണ്ടക്ട് റൂൾസിനകത്ത് റൂൾ നമ്പർ 308 എന്താണ് പറയുന്നത്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കാലയളവ് 1 വർഷത്തേക്കായിരിക്കും. ഇനി ഇതിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ അപ്പോയിന്റ് ബൈ സ്പീക്കർ ഓഫ് ലോക്സഭ. സ്പീക്കർ ഓഫ് ലോക്സഭയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ദെൻ ഈ പറഞ്ഞ പക്ഷേ ഇതിനകത്ത് 22 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, പബ്ലിക് ഇത്തരത്തിൽ പാർലമെന്ററി കമ്മിറ്റീസിന്റെ പഠിക്കുമ്പോഴേക്കും പ്രധാനപ്പെട്ട കമ്മിറ്റീസിൽ എത്ര പേരുണ്ട് എന്നുള്ളതും അതുപോലെ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാന്നുള്ള കാര്യമൊക്കെ പഠിച്ചിരിക്കുന്ന നല്ലതായിരിക്കും, ചോദ്യമായിട്ട് വരാറുണ്ട്.
പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ 22 അംഗങ്ങളാണുള്ളത്. അതിൽ 15 പേര് ലോക്സഭയിൽ നിന്ന് വരുന്നവരായിരിക്കും, 7 പേര് രാജ്യസഭയിൽ നിന്ന് വരുന്നവരായിരിക്കും. ഇനി ഇവരെല്ലാം കറസ്പോണ്ടിങ് സഭകളുടെ ചെയർമാൻ തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ബട്ട് ലാസ്റ്റ് ഈ പറഞ്ഞ അപ്പോയിന്റ് ചെയ്യുന്ന ഈ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് ലോക്സഭയിലാണ്, സ്പീക്കർ ഓഫ് ലോക്സഭയാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് ആ ഒരു കമ്മിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പബ്ലിക് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും ചോദ്യങ്ങളൊക്കെ വരാറുള്ളത്. ഒന്ന്, ഇതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് 1921 ആക്ട് മനസ്സിൽ കാണണം. അതിനാൽ ഇതിനെ പറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ പരാമർശിച്ചത് എവിടെയാണ്? 1919 ആ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനകത്താണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. മെയിൻലി ഇവിടുന്ന് മെമ്പേഴ്സ് എടുക്കുന്ന 22 പേരാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇവിടെ നിന്നാണ്, ലോക്സഭയിൽ നിന്നാണ്. 15 പേരും ലോക്സഭയിൽ നിന്നാണ് വരുന്നത്. 7 പേര് രാജ്യസഭയുടെ ചെയർമാൻ ആയിരിക്കും എന്നുള്ള രാജ്യസഭയിൽ മെമ്പേഴ്സ് ആയിരിക്കും 7 പേര് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കും. ബട്ട് ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ലോക്സഭയുടെ സ്പീക്കർ ആണെന്നുള്ള കാര്യം കൂടി മറക്കാതെ ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റ്, ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ ഇതൊരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഉള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ മനസ്സിലാക്കാനുള്ളത്. ബട്ട് ഒരു എക്സ്ട്രാ റെഫറൻസ് ആയിട്ട് മറ്റു ഫിനാൻഷ്യൽ കമ്മിറ്റീസ് ഏതൊക്കെയാണെന്നും അതേപോലെ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീസ്, ഏറ്റവും കൂടുതൽ ചോദ്യം കണ്ടിരിക്കുന്ന ആ ഒരു 4 കമ്മിറ്റീസിനകത്ത് ഈ 2 എണ്ണത്തിൽ നിന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീസും അതുപോലെ ഫിനാൻഷ്യൽ കമ്മിറ്റീസും. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടും ഒന്ന് നോക്കിയിരിക്കുന്നതും എക്സാമിന് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഇത് ഇന്റർപോളുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ക്ലോസ് ടൈസ് ബിറ്റ്വീൻ ഏജൻസീസ് ഗ്ലോബലി നീഡഡ് ടു ടാക്കിൾ ന്യൂ ഏജ് ക്രൈംസ് സെയ്സ് ഇന്റർപോൾ ഒഫീഷ്യൽ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്റർപോളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. പലപ്പോഴും ഇന്റർപോൾ എന്നുള്ള വാക്ക് നമ്മൾ വാർത്തകളിലും അല്ലെങ്കിൽ സിനിമകളിലൊക്കെ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്റർപോൾ അന്വേഷിക്കുന്ന കുറ്റവാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും കേൾക്കാറൊക്കെ ഉണ്ട്. സോ ഇവിടെ സംഭവം വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപോളിന് ശരിക്കും പറഞ്ഞാൽ അവരുടെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ മെമ്പേഴ്സ് ആയിട്ട് രാജ്യങ്ങളിലെല്ലാം തന്നെ അവർക്കൊരു ഒരു ഏജൻസി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഉണ്ടാവും. ക്രൈംസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ബ്രാഞ്ച് അവർക്ക് ബേസിക്കലി ഉണ്ടാവും. ആ ബ്രാഞ്ചുമായിട്ട് ചേർന്നിട്ടാണ് ഇവിടെ രാജ്യങ്ങളിലെ കോർഡിനേഷൻ. ശരിക്കും പറഞ്ഞാൽ ഇവരൊരു എന്താ പറയുക, സാധാരണ ഒരു പോലീസ് പോലെ അല്ല. സാധാരണ ഒരു പോലീസ് പോലെ ഒരു വ്യക്തിയെ അന്വേഷിച്ച് അറസ്റ്റ് ചെയ്യാനായിട്ടോ അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻസ് ഉള്ള ആൾക്കാരെ മീൻസ് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള ഇത്തരത്തിലുള്ള രാജ്യങ്ങളുമായിട്ട് കുറ്റാന്വേഷണത്തിന് സഹകരിപ്പിക്കുക. അതിനൊരു മീഡിയം ആയിട്ടാണ് ഇന്റർപോൾ ബേസിക്കലി ആക്ട് ചെയ്യുന്നത്. കാരണം ഇവിടെയൊക്കെ നമുക്കറിയാം, ഒരു രാജ്യത്ത് വലിയ കുറ്റവാളികളായിട്ട് കുറ്റങ്ങൾ ചെയ്ത ആളുകളൊക്കെ തന്നെ ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കളയും. നമ്മുടെ ഇവിടുത്തെ പക്ഷെ പോലീസിന് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പിടിക്കാൻ പറ്റുള്ളൂ. പുറത്തു പോയിട്ട് വേറൊരു രാജ്യത്ത് പോയിട്ട് അവരെ അറസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെവിടെ പോയി, എവിടെയാണ് ഇപ്പൊ കറന്റ് ഉള്ള അവരുടെ ലൊക്കേഷൻ എവിടെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ പോലീസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പ്രശ്നം വരാതെ ഇപ്പം ഒരു വ്യക്തി ഇപ്പം ഇവിടെ ഈ പറഞ്ഞ കുറ്റം ചെയ്തിട്ട് കടന്നു കളഞ്ഞു എന്ന് നമ്മൾ കരുതുന്ന വ്യക്തിക്കെതിരെ നമുക്ക് വേണമെങ്കിൽ ഇന്റർപോൾ നോട്ടീസ് പുറപ്പെടുവിക്കാം. അത് ഏതൊക്കെ നോട്ടീസ് ആണെന്ന് ഞാൻ കാണിച്ചു തരാം, വ്യക്തമായിട്ട് അടുത്ത സ്ലൈഡിലുണ്ട്. അത്തരത്തിലുള്ള നോട്ടീസുകൾ പുറപ്പെടുവിക്കുകയാണെങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മറ്റു രാജ്യങ്ങൾ എന്ത് ചെയ്യും? ഈ രാജ്യം ഇതിന്റെ മെമ്പർ ആയിട്ടുള്ള ഒരു രാജ്യം തന്നെ ഒരു നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പൊ ആ കുറ്റവാളി എവിടെയുണ്ടെന്ന് നമുക്ക് അന്വേഷിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവും, മേ ബി ഇന്ന രാജ്യത്തായിരിക്കും. അപ്പൊ ആ രാജ്യം ഇതിനെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് അവിടുത്തെ പോലീസ് ഫോഴ്സ് ഈ വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഇന്ന രാജ്യത്തേക്ക് അതിനെ ആ ആളെ കൈമാറ്റം ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആൾക്കുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ ഈ കുറ്റം ചെയ്ത രാജ്യത്തായിരിക്കും ആ കാര്യങ്ങളൊക്കെ വിധിക്കപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു ക്ലോസ് കോൺടാക്റ്റിൽ രാജ്യങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഏജൻസി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഇന്റർപോൾ എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ആ കാര്യം ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇന്റർപോളിന് ശരിക്കും പറഞ്ഞാൽ പോലീസ് പോലെയല്ല, അത്രയും പവർ ഇല്ല. പവർ മീൻസ് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അറസ്റ്റ് ചെയ്യാനായിട്ടൊന്നും സാധിക്കത്തില്ല. അവർക്ക് കുറ്റവാളിയെ കണ്ടെത്തി ഇവർക്ക് കൈമാറാനായിട്ടൊക്കെ തന്നെ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപോളിന്റെ ഏജൻസീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ CBI ആണ് ഇന്ത്യയിലെ ഇന്റർപോളിന്റെ ഒരു ഏജൻസി ആയിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ആയിട്ട് ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. ഇന്റർപോൾ എന്നുള്ള വാക്ക് ഷോർട്ട് ഫോം ആണ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ. ഇതിന്റെ ഷോർട്ട് ഫോം ആണ് നമ്മൾ ഇന്റർപോൾ എന്ന് ബേസിക്കലി പറയുന്നത്. ഇന്റർപോൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ റേഡിയോ ടെലിഗ്രാഫ് കോഡാണ് ഇന്റർപോൾ എന്ന് ആക്ച്വലി പറയുകയാണെങ്കിൽ. 194 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇന്റർനാഷണൽ പോലീസ് ഓർഗനൈസേഷൻ ആണ് ഇന്റർപോൾ എന്നുള്ള കാര്യം കൂടി ഓർക്കും. 194 രാജ്യങ്ങൾ ഇതിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവർ UN കീഴിൽ വർക്ക് ചെയ്യുന്നവരല്ല. അതൊക്കെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധിക്കുന്നത്. വർക്ക്സ് അണ്ടർ UN എന്നൊക്കെ പറയും. പക്ഷെ UN കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോഡി അല്ല ഇന്റർപോൾ. പക്ഷേ UN ഈ പറഞ്ഞ പെർമനന്റ് ഒബ്സർവർ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. 1996 തൊട്ട് തന്നെ UN ഒരു പെർമനന്റ് ഒബ്സർവർ സ്റ്റാറ്റസ് ഉള്ള ഒരു ബോഡിയാണ് ആര്? ഇന്റർപോൾ എന്നുള്ള കാര്യം ഓർക്കുക. ഇത് ഫൗണ്ട് ഔട്ട് ചെയ്ത് 1923 ഇന്റർപോൾ ഫൗണ്ട് ഔട്ട് ചെയ്ത് 1923 ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന ലിയോൺ ഫ്രാൻസിലാണ് ഇന്റർപോളിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളതെന്നുള്ള കാര്യം കൂടി മറക്കാതെ ഒന്ന് ഓർത്തേക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇതൊരു പോലീസ് ഫോഴ്സ് അല്ല, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പോലീസ് ഫോഴ്സ് അല്ല. ബിക്കോസ് ഇവർക്ക് ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇവർ ആക്ച്വലി ചെയ്യുന്നത് ക്രിമിനൽസ് ആയിട്ട് രേഖപ്പെടുത്തിയ ആളുകളൊക്കെ തന്നെ അന്വേഷിച്ച് അവരുടെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഈ പല കളറിലുള്ള
നോട്ടീസുകൾ പുറപ്പെടുവിക്കുന്നത്. അത് ഓർത്തിരിക്കണം, 4 ലാംഗ്വേജസിലാണ് ഈ നോട്ടീസുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. ഒന്ന് ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ സ്പാനിഷ്, ഫ്രഞ്ച്, അറബിക്. അപ്പൊ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച്, അറബിക് ഭാഷകളിലായിട്ടായിരിക്കും ഈ കളർ കോഡ് നോട്ടീസുകൾ ഇന്റർപോൾ ഈ പറഞ്ഞ പോലെ പുറപ്പെടുവിക്കുന്നുള്ള ഒരു കാര്യം, ഇഷ്യൂ ചെയ്യുന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്, മീൻസ് ഈ പറഞ്ഞ ഇന്റർപോൾ അന്വേഷിക്കുന്ന ഏത് വിഭാഗത്തിലുള്ള കേസുകളൊക്കെ ആയിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കൗണ്ടർ ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ഓർഗനൈസ്ഡ് ക്രൈമുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഇവർ അന്വേഷിക്കാറുണ്ട്. പിന്നെ സൈബർ ക്രൈം. ഈ 3 വിഭാഗങ്ങളിലായിട്ട് വരുന്ന കേസുകളാണ് കൂടുതലും ഇന്റർപോളുകൾ അന്വേഷിച്ച് ഈ പറഞ്ഞ പോലെ കുറ്റവാളികളുടെ വിവരങ്ങൾ കൈമാറുന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഇവിടെയാണ് നോട്ടീസുകൾ ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. മീൻസ് ഈ പറഞ്ഞ ഇന്റർപോളിന്റെ ബേസിക്കലി 8 നോട്ടീസുകളുണ്ട് ഇന്റർപോൾ ഇഷ്യൂ ചെയ്യുന്ന പ്രധാനപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ വാർത്തയിൽ കാണുന്നതാണ് ഈ റെഡ് നോട്ടീസ് എന്ന് പറയുന്നത്. റെഡ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ടു സീക്ക് ദ ലൊക്കേഷൻ ആൻഡ് അറസ്റ്റ് ഓഫ് വാണ്ടഡ് പേഴ്സൺസ് വിത്ത് എ വ്യൂ ടു എക്സ്ട്രഡീഷൻ ഓർ സിമിലർ ലോഫുൾ ആക്ഷൻ. അതായത് ഇന്റർപോൾ ഈ പറഞ്ഞ റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്ന വിചാരിച്ചു. ഇപ്പം ഇന്ത്യയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു സീരിയസ് ക്രൈം ചെയ്തിട്ട് ഒരാൾ വിദേശത്തേക്ക് എങ്ങോട്ടേക്കോ രക്ഷപ്പെട്ടു പോയി. അപ്പൊ നമ്മൾ ഇന്റർപോൾ, നമ്മുടെ ഇവിടെ ഇന്റർപോൾ ഈ പറഞ്ഞ പോലെ റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കും. ആ ആളുടെ പേര് വിവരങ്ങൾ വെച്ച് റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കും. അപ്പൊ അന്നേരം ഇത് റിസീവ് ചെയ്യുന്ന മെമ്പർ കൺട്രീസ് ഒക്കെ തന്നെ വളരെ സീരിയസ് ആയിട്ട് ആ കേസിനെ എടുക്കും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ആളുടെ ലൊക്കേഷൻ ഒക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ അയച്ചു കൊടുക്കും. മീൻസ് ഏത് രാജ്യത്താണോ ഇത് പുറപ്പെടുവിച്ചത് അവരിലേക്ക് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം അയാളുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെ അയച്ചു കൊടുക്കാനായിട്ട്, മീൻസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെയാണ് ഈ റെഡ് നോട്ടീസ് ബേസിക്കലി ഇഷ്യൂ ചെയ്യുന്നത്. Then എന്നാൽ ബ്ലൂ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ടു കളക്ട് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് എ പേഴ്സൺസ് ഐഡന്റിറ്റി, ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി, ലൊക്കേഷൻ, അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വിശദമായിട്ട് അറിയാനായിട്ടാണ് ഇന്റർപോൾ എന്ത് ചെയ്യുന്നത്, ബ്ലൂ നോട്ടീസ് പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഗ്രീൻ നോട്ടീസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വാണിംഗ്. ഇപ്പം ഇങ്ങനെ ഒരു കുറ്റവാളി ഇവിടെ നിന്നും അമേരിക്കയിലേക്ക് കടന്നിട്ടുണ്ട്. അമേരിക്കയിലേക്ക് അപ്പം ഇന്റർപോൾ ഇപ്പം നോട്ടീസ് അയക്കും, ഇയാൾ ഇവിടെ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്, അത് വീണ്ടും ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, സോ ഇയാളെ നിങ്ങളൊന്ന് പ്രത്യേകമായിട്ട് നിരീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് കൊടുക്കുന്നതാണ് ഈ ഗ്രീൻ നോട്ടീസ് എന്നുള്ള കാര്യം ഓർക്കാം. അതേപോലെ തന്നെ പറഞ്ഞ ബ്ലാക്ക് നോട്ടീസ് ഉണ്ട്, ഓറഞ്ച് നോട്ടീസ്, പർപ്പിൾ നോട്ടീസ്, യെല്ലോ നോട്ടീസ്. ഇങ്ങനെ മൊത്തത്തിൽ 8ഓളം പ്രധാനപ്പെട്ട നോട്ടീസുകളാണ് ഇന്റർപോൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള, എക്സാമിന്റെ വ്യൂ പോയിന്റ് പഠിക്കാനുള്ള. ഇത് ഒരു പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിൾ ആണ് എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിൽ മൂവ് ഓൺ ചെയ്യണം. ദ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഹാസ് റീവാംപ്ഡ് ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതായത് നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ റീവാമ്പ് ചെയ്യാനായിട്ട് ഫുഡ് സെക്യൂരിറ്റി ആക്ടിന് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ടിന് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മെയിൻലി മനസ്സിലാക്കേണ്ടത്. അതിനായിട്ട് ആദ്യം നമ്മൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് അറിഞ്ഞിരിക്കാം. അപ്പം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിലെ പൊതുവിതരണ സംവിധാനം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളുടെ അടുത്തുള്ള ഫെയർ പ്രൈസ് ഷോപ്പുകൾ അല്ലെങ്കിൽ റേഷൻ കടകൾ എന്ന് പറയുന്ന ഫെയർ പ്രൈസ് ഷോപ്പുകൾ ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണെന്നുള്ള കാര്യം ഓർക്കാം. അതായത് കർഷകന്റെ കയ്യിൽ നിന്നും, ഇവിടെ നെല്ലൊക്കെയാണ്, നെല്ല് അല്ലെങ്കിൽ ഗോതമ്പൊക്കെ ആണെങ്കിലും കർഷകന്റെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യും, FCA ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രൊക്യൂർ ചെയ്യും. എന്നിട്ട് ഈ പ്രൊക്യൂർ ചെയ്യുന്നത് നാട്ടിൽ ഈ പറഞ്ഞ പോലെ പാവപ്പെട്ടവർക്ക്, ഈ പറഞ്ഞ പോലെ വരുമാനം ഈ പറഞ്ഞ പോലെ കുറഞ്ഞു നിൽക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ അവരുടെ ന്യൂട്രീഷൻ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ബിക്കോസ് റൈറ്റ് ടു ഫുഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, ആ ഒരു ന്യൂട്രീഷൻ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് FCA കളക്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ ഈ പറഞ്ഞ പൊതുജനങ്ങൾക്കായിട്ട് വിതരണം ചെയ്യും. ആ വിതരണം ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതിന്റെ മൊത്തം കൺസെപ്റ്റിന് പറയുന്ന പേരാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പം പൊതുവിതരണ സംവിധാനം അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും പ്രൊക്യൂർമെന്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ കർഷകന്റെ കയ്യിൽ നിന്നൊക്കെ തന്നെ ഈ നെല്ലും ഗോതമ്പൊക്കെ തന്നെ പ്രൊക്യൂർമെന്റ് തൊട്ടിട്ട് അങ്ങ് കസ്റ്റമറിന്റെ കയ്യിൽ കിട്ടുന്നിടം വരെയുള്ള ഭാഗങ്ങളായിട്ട് നമുക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ പറയേണ്ടതായിട്ട് വരും. അതിന്റെ എൻഡ് സ്റ്റേജിലുള്ളതാണ് ഈ ഫെയർ പ്രൈസ് ഷോപ്പുകൾ അല്ലെങ്കിൽ റേഷൻ ഷോപ്പുകൾ എന്ന് പറയുമ്പോഴേക്കും. അപ്പം നമ്മൾ 1960 കാലഘട്ടത്തിലാണ് PDS എന്നുള്ളൊരു സങ്കല്പം നമ്മൾ കൊണ്ടുവരുന്നത്. ബിക്കോസ് അധിക പൈസ മുടക്കില്ലാതെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം എന്നുള്ള ലക്ഷ്യമായിരുന്നു ഇതിലൂടെ ഉണ്ടായിരുന്നത്. ഇതിനായിട്ട് PDS-ലൂടെ നമ്മൾ കവർ ചെയ്ത ധാന്യങ്ങൾ, റൈസ്, വീറ്റ്, അതേപോലെ തന്നെ മറ്റു ഐറ്റംസ് ആയ ഷുഗർ, കെറോസിൻ, കുക്കിംഗ് ഓയിൽ, ഇത്രയും കാര്യങ്ങളാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ നമ്മൾ വിതരണം ചെയ്യുന്ന ഒരു കാര്യം ഓർക്കുക. അപ്പൊ ഇതെല്ലാം വിതരണം ചെയ്യാനുള്ള ഐറ്റംസ് പ്രൊക്യൂർ ചെയ്യുന്നവരായിരുന്നു നമ്മുടെ FCA ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് മെയിൻലി ഇതിനകത്ത് മിക്ക ഐറ്റംസും പ്രൊക്യൂർ ചെയ്യുന്നത്. എന്നിട്ട് അത് ഈ പറഞ്ഞ റേഷൻ ഷോപ്പ് വഴി നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ്. ഡിസ്കൗണ്ടഡ് പ്രൈസിലൂടെ ഡിസ്കൗണ്ട് ചെയ്ത ഒരു പ്രൈസിലേക്ക് കൊടുക്കുകയാണ് മെയിൻലി ചെയ്യുന്നത്. എന്നാൽ ഈ പറഞ്ഞ പോലെ ഈ PDS സിസ്റ്റത്തിന്റെ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. 1960 കാലഘട്ടത്തിൽ ലോഞ്ച് ചെയ്ത് നല്ലതായിരുന്നു, നല്ല പദ്ധതിയായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഇതിനകത്തെ പോരായ്മകൾ കണ്ടു തുടങ്ങി. പോരായ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം FCA ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വിതരണം ചെയ്യുന്ന അരി അല്ലെങ്കിൽ ഗോതമ്പിന്റെ ഒക്കെ തന്നെ പകുതിയിലേറെ ഭാഗം കസ്റ്റമറിന് കിട്ടുന്നില്ല. അതായത് ഇവിടെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു കണക്കുകൾ എന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് 41% ഈ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ ലെവൽ ലീക്കേജസ് ഈ പറഞ്ഞ പോലെ 41%. അതിപ്പം കുറച്ച് കുറഞ്ഞതാണ്, പക്ഷേ പണ്ട് കാലങ്ങളിൽ ഇതിനേക്കാൾ കൂടുതലായിരുന്നു. അപ്രോക്സിമേറ്റ്ലി 50%-ഓളം ലീക്കേജസ്. അതായത് ഇപ്പൊ 100 കിലോ ധാന്യം ഈ പറഞ്ഞ FCA-യുടെ ഗോഡൌണിൽ നിന്നും സംസ്ഥാനങ്ങളിലേക്ക് വിതരണം ചെയ്യാനായിട്ട് കൊടുത്തുവെങ്കിൽ ആ പോയിന്റ് തൊട്ടിട്ട് ഈ പറഞ്ഞ പോലെ ലീക്കേജസ്, അതിന്റെ വേസ്റ്റേജസ് ആകാം,
അങ്ങനെ പല രീതിയിൽ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആകാം, അങ്ങനെ പല രീതിയിലായിട്ട് ഏകദേശം 50% മാത്രം ധാന്യങ്ങൾ ആർക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ, പൊതുജനങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ PDF സിസ്റ്റം എന്തിനാണ് നടപ്പാക്കിയത്, ആ ഒരു ലക്ഷ്യം നിറവേറാൻ പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് സർക്കാർ എന്ത് ചെയ്തു, 2013 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തു. ആ ലോഞ്ച് ചെയ്ത സമയത്താണ് ഞാൻ പറഞ്ഞത് ലീക്കേജസ് ഒരു ഓൾ ടൈം ഹൈ ആണ് വേണമെങ്കിൽ പറയാൻ സാധിക്കും. 41.7% ലീക്കേജസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നമുക്കത് കുറച്ചുകൊണ്ട് വരാൻ പറ്റി കേട്ടോ. അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ലോഞ്ച് ചെയ്ത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്തെ ലീക്കേജസ് തടയാനായിട്ട്, പിന്നെ ഈ പറഞ്ഞ ഫുഡ് സെക്യൂരിറ്റി ഉറപ്പാക്കാനായിട്ട്, എല്ലാവർക്കും റൈറ്റ് ടു ഫുഡ് എന്നുള്ളൊരു ബേസിക് കൺസെപ്റ്റ് കൊണ്ടുവരാനായിട്ടൊക്കെയാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ആക്ടിനകത്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈ 5, 2013 വന്നത്. സോ ഇതിലൂടെ നമുക്ക് വന്ന പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രോച്ച് ഫുഡ് സെക്യൂരിറ്റി മാറി. ഓക്കെ, പാരഡൈം ഷിഫ്റ്റ്, വലിയൊരു അപ്രോച്ച് വന്നു. ഫ്രം വെൽഫെയർ ടു റൈറ്റ് ബേസ്ഡ് അപ്രോച്ച്. നേരത്തെ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ഫുഡ് ധാന്യങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നത് വെൽഫെയർ ആക്ടിവിറ്റി ആയിട്ടാണ് കണക്കാക്കിയത്. പക്ഷെ അതിൽ നിന്ന് മാറി അതൊരു റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് ആയി എന്നുള്ളതാണ് ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വന്നപ്പോൾ പ്രധാനപ്പെട്ട മാറ്റമായിട്ട് പറയുന്നത്. ഇതിലൂടെ ഏകദേശം 75% റൂറൽ ഏരിയാസിനെയും 50% അർബൻ പോപ്പുലേഷനെയും കവർ ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് ബേസിക്കലി കുറച്ചുകൂടെ ആളുകളെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും 75% റൂറൽ പോപ്പുലേഷൻ, 50% അർബൻ പോപ്പുലേഷൻ കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ടോട്ടൽ ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ ആക്ടിലൂടെ ഇന്ത്യയിലെ 2/3 പോപ്പുലേഷനെ നമ്മൾ കവർ ചെയ്യുന്നതായിട്ട് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ ഒരു ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം വുമൺ എംപവർമെന്റിനായിട്ട് സാക്ഷ്യം വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ റേഷൻ ഷോപ്പുകളൊക്കെ നമുക്കറിയാം. റേഷൻ ഷോപ്പൊക്കെ തന്നെ ആ വീട്ടിലെ ഈ പറഞ്ഞ പോലെ മുതിർന്ന സ്ത്രീയുടെ പേരിലാണ് എൽഡസ്റ്റ് വുമൺ ഓഫ് ദ ഹൗസ് ഹോൾഡിന്റെ പേരിലാണ് ഈ ഒരു റേഷൻ കാർഡൊക്കെ തന്നെ ഇഷ്യൂ ചെയ്യുന്നത്. അത് ബേസിക്കലി എന്തിനുള്ള സൂചനയാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്, ടു ഇംപ്രൂവ് വുമൺ എംപവർമെന്റ് ലക്ഷ്യം കാഴ്ചവെക്കാനായിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. ഇതാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് PDSന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ബിക്കോസ് PDSലൂടെ ഒരുപാട് ലീക്കേജസ് ഉണ്ടായിരുന്നു. ആ ലീക്കേജിന്റെ ഉദാഹരണങ്ങളാണ് ബീഹാറിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ 91% ലീക്കേജസ് ഉണ്ടായിരുന്നതാണ്. അത് പിന്നീട് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നടപ്പാക്കി കഴിഞ്ഞപ്പോഴേക്കും 24% അത് കുറഞ്ഞു. ഛത്തീസ്ഗഡിൽ 52% ലീക്കേജസ് ഉണ്ടായിരുന്നു, 9% കുറഞ്ഞു. ഒഡീഷയിൽ 76 ഉണ്ടായിരുന്ന 25% കുറഞ്ഞു. സോ ഇവിടങ്ങളൊക്കെ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. അപ്പൊ നേരത്തെ പറയുവാണെങ്കിൽ മിക്ക സാധനങ്ങളും ആളുകൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം മേ ബി ആളുകൾക്ക് പതുക്കെ കിട്ടി തുടങ്ങി. ബട്ട് സ്റ്റിൽ അതിനകത്തുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ഇതിന്റെ ഓവറോൾ ആയിട്ടുള്ള എഫിഷ്യൻസിയുടെ ഭാഗമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നാഷണൽ സാമ്പിൾ സർവേയുടെ ഈ പറഞ്ഞ പോലെ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ നോക്കുവാണെങ്കിൽ ഈ വർഷം 2022-23 നോക്കുവാണെങ്കിൽ PDS ലീക്കേജസ് ഈ പറഞ്ഞ പോലെ എത്രയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ സാധിച്ചു, 22%. 22-23 കാലഘട്ടത്തിൽ നിന്നും ഈ റീസെന്റ് വന്ന ഈ പറഞ്ഞ പോലെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നാഷണൽ സാമ്പിൾ സർവേയുടെ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ നോക്കുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ PDS ലീക്കേജസ് കുറയ്ക്കാൻ സാധിച്ചു. 22% ഇൻ 2022-23 നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ബട്ട് സ്റ്റിൽ ദേർ ഇസ് എന്നുള്ള പോയിന്റ് നമുക്കറിയാം. ഇപ്പം ഛത്തീസ്ഗഡിലാണെങ്കിൽ 9%, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒഡീഷയിൽ 25%, ബീഹാറിൽ 24%. സ്റ്റിൽ ഉണ്ട്, കംപ്ലീറ്റ്ലി നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല ഇതുവരെ ആ ഒരു ലീക്കേജസ് ഒന്നും. പക്ഷെ ഗവൺമെന്റ് ഒന്ന് നന്നായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ലീക്കേജസ് ഒക്കെ തന്നെ ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും. അതുവഴി ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ആളുകളിലേക്ക് ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിച്ചത്, ന്യൂട്രീഷൻ സെക്യൂരിറ്റി നടപ്പാക്കുക എന്നുള്ളതാണ്. ആ ന്യൂട്രീഷൻ സെക്യൂരിറ്റി നടപ്പാക്കാനായിട്ട് ആളുകൾക്ക് ഇത്തരത്തിൽ സബ്സിഡൈസ് നിരക്കിൽ ധാന്യങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് ഒരുപാടധികം ഇൻകം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ജനങ്ങളുടെ സേവിങ്സ് വർദ്ധിക്കുകയും ഈ സേവിങ്സ് വർദ്ധിക്കുന്നതാണ് ബേസിക്കലി നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിന് എപ്പോഴും നല്ലതായിട്ട് പറയുന്നത്. ബിക്കോസ് സേവിങ്സ് വർദ്ധിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൊണ്ട് ഡിപ്പോസിറ്റ് ഇടുമല്ലോ, അത്തരത്തിൽ വീണ്ടും ലോണൊക്കെ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഓവറോൾ എക്കണോമിക് ഗ്രോത്ത് ആണെങ്കിലും കാഴ്ചവെക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരുന്നേക്കാം. ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അതായത് എങ്ങനെയാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഹാസ് റീവാംഡ് ദ PDS എന്നുള്ള സിസ്റ്റത്തിലൂടെ. ഓക്കെ, അപ്പൊ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി വന്നു കഴിയുമ്പോൾ മെയിൻലി ഈ പറഞ്ഞ പോലെ ഈ സാധനം റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് ആയിട്ട് മാറി. ഈ പറഞ്ഞ പോലെ അതുകൊണ്ടിട്ടാണ് ഞാൻ എല്ലാ മാസവും റേഷൻ വാങ്ങാനായിട്ട് കൃത്യമായിട്ട് ആളുകൾ പോയി തുടങ്ങിയതൊക്കെ തന്നെ ബേസിക്കലി ഈ ഒരു ആക്ടിന് ശേഷമാണെന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ലാസ്റ്റ് ആർട്ടിക്കിളാണ് ആഫ്രിക്ക ക്യാൻ മേക്ക് ഇന്ത്യസ് ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ഷൈൻ എന്നുള്ളതാണ് ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ യൂണിയൻ ബഡ്ജറ്റിനകത്ത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്ത ഒരു മിഷനാണ് ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി മിനിസ്ട്രി ഓഫ് മൈൻസിന്റെ കീഴിലായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ മെയിൻലി കുറേയൊക്കെ തന്നെ റൺ ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു സ്കീം ചെയ്തെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഏറ്റവും കീവേഡ് ഏതാണ്, ക്രിട്ടിക്കൽ മിനറൽസ് ആണ്. സോ എന്താണ് ക്രിട്ടിക്കൽ മിനറൽസ് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. ദീസ് മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ് ആവശ്യമാണ് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി ആസ് ദേ ആർ യൂസ്ഡ് വൈറ്റൽ ഫോർ ഡെവലപ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഫോർ ഡിഫൻസ്, എയറോസ്പേസ്, ന്യൂക്ലിയർ ആൻഡ് സ്പേസ് ആപ്ലിക്കേഷൻസ്. ഇത് എക്കണോമിക് ഡെവലപ്മെന്റിനും അതുപോലെ നാഷണൽ സെക്യൂരിറ്റിക്കും അതുപോലെ തന്നെ ആവശ്യമുള്ള മിനറൽസ് ആയതുകൊണ്ടാണ് ഇവരുടെ പേരെന്തായിട്ട് വെച്ചിരിക്കുന്നത്, ക്രിട്ടിക്കൽ മിനറൽസ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയുടെ സപ്ലൈ ആണ്. കാരണം ലിമിറ്റഡ് നമ്പർ ഓഫ് രാജ്യങ്ങളിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ക്രിട്ടിക്കൽ മിനറൽസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി എപ്പോഴാണ് മിനറൽ ക്രിട്ടിക്കൽ ആകുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പോകണം, അതുപോലെ തന്നെ സപ്ലൈ റിസ്ക് ഒരുപാടൊന്നും കണ്ടേക്കില്ല.
അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഒരു മിനറൽ എന്തായിട്ട് മാറുന്ന ക്രിട്ടിക്കൽ മിനറൽ ആയിട്ട് മാറപ്പെടുന്നത്. സോ ഇവിടെ ക്രിട്ടിക്കൽ മിനറൽസിന്റെ ഈ പറഞ്ഞ പോലെ ലിസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇന്ത്യക്ക് ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട് മാറിയേക്കാവുന്ന ലിസ്റ്റുകളാണ് ഓൾമോസ്റ്റ് 30 ഈ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ഈ പറഞ്ഞ മിനറൽസ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ പറഞ്ഞ പോലെ നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാം, ചിലപ്പം ചോദിക്കാതിരിക്കാം. അതുകൊണ്ട് ജസ്റ്റ് ഈ പറഞ്ഞ രീതിയിൽ മിനറൽസ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. 3-4 പഠിച്ചിട്ട് പോകുന്നത് എപ്പോഴും നല്ല. കാരണം അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഡയറിൽ നമ്മൾ പഠിച്ച 5 ഡയറിൽ ചോദ്യം വന്നേക്കുന്നെങ്കിൽ നമുക്കത് ഇപ്പം ഈ പറഞ്ഞ പോലെ എഴുതാനായിട്ട് സാധിക്കും. സോ ഇത്രയും മിനറൽസ് ആണ് ഇന്ത്യ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ എന്താണ് സിഗ്നിഫിക്കൻസ്, ക്രിട്ടിക്കൽ മിനറൽസിന്റെ സിഗ്നിഫിക്കൻസ് റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ആൻഡ് റീസൈക്ലിംഗ് ഓഫ് ക്രിട്ടിക്കൽ മിനറൽസ് ബൈ ഇൻക്രീസിംഗ് ദ കപ്പാസിറ്റി ഓഫ് ഇന്ത്യ ഇൻ ടേംസ് ഓഫ് റിഫൈനിങ് ആൻഡ് പ്രോസസിംഗ്. ഇപ്പം നമ്മൾ ചെയ്യുവാണെങ്കിൽ ഏറെക്കുറയും ഈ ക്രിട്ടിക്കൽ മിനറൽസിനകത്ത് ഏറെക്കുറയും നമ്മൾ ഐറ്റംസ് 100% ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുക. കാരണം അധികം റിസർവ്സ് നമ്മുടെ ഇവിടെ ഇല്ല. പക്ഷേ റീസെന്റ് ആയിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ നമ്മൾ ലിഥിയത്തിന്റെ റിസർവ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണ്ടുപിടുത്തങ്ങൾ വരണം. വിച്ച് മീൻസ് ഇപ്പോൾ എക്സ്പ്ലോറേഷൻ ആക്ടിവിറ്റീസ് വർദ്ധിക്കണം. ഇന്ത്യയിൽ കൂടുതൽ നമുക്ക് ഇതുപോലുള്ള ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ മിനറൽസിന്റെ അവൈലബിലിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കണം. ആ ഒരു വർധനവിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ അത്തരത്തിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഒരു പദ്ധതിയായിരുന്നു, ഒരു മിഷനാണ് ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്ന് പറയുവാണെങ്കിൽ. സോ ഈ മിഷന്റെ പ്രധാനപ്പെട്ട തീം നിങ്ങൾക്ക് 3ാമത്തെ സ്റ്റേമിലൊക്കെ നമ്മൾ പറഞ്ഞു കാണാൻ സാധിക്കുന്നുണ്ട്. റിഡക്ഷൻ ഓഫ് ഇന്ത്യസ് ഇമ്പോർട്ട് ഡിപെൻഡൻസി ആസ് ഇന്ത്യ ഈസ് 100% ഇമ്പോർട്ട് ഡിപെൻഡന്റ് ഓൺ സർട്ടൻ എലമെന്റ്സ്. അതായത് ഈ 30 ക്രിട്ടിക്കൽ മിനറൽസ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അതിനകത്ത് സർട്ടൻ മിനറൽസിന്റെ കാര്യത്തിൽ ഇന്ത്യ 100% ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ട് ഡിപെൻഡന്റ് ആണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കുമാണ് നമുക്ക് സപ്പോസ് ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമൊക്കെ ഉണ്ടാവും. മീൻസ് നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. സോ ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ ലിസ്റ്റും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച 30ഓളം മിനറൽസ് നിന്നും ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചു കേട്ടോ. ലിഥിയം ആണ് 100%. ലിഥിയം, കൊബാൾട്ട്, നിക്കൽ, വനേഡിയം, നിയോബിയം ഇങ്ങനെ തുടങ്ങിയൊക്കെ തന്നെ 100% ഇന്ത്യ ഇറക്കുമതി ചെയ്യാണ്. ഇത് തന്നെ വേറെ രീതി ചോദിക്കാവുന്ന ലിഥിയം റിസർവ്സ് അല്ലെങ്കിൽ ലിഥിയത്തിന്റെ ഇമ്പോർട്ട് പ്രധാനപ്പെട്ട എവിടുന്ന വരുന്നതെന്ന് ചോദിക്കാം. ചിലി, റഷ്യ, ചൈന, അയർലൻഡ്, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞ ലിഥിയം ഇറക്കുമതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നുള്ള കാര്യം അല്ലെങ്കിൽ ലിഥിയത്തിന്റെ പ്രധാനപ്പെട്ട ഇറക്കുമതിക്കാർ മേജർ ഇമ്പോർട്ട് സോഴ്സസ് ആണ് ചിലി, റഷ്യ, ചൈന, അയർലൻഡ് ആൻഡ് ബെൽജിയം. അപ്പം പ്രധാനമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ലിഥിയം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ മാംഗനീസ്, സൗത്ത് ആഫ്രിക്ക, ഗേബോൺ, ഓസ്ട്രേലിയ, ബ്രസീൽ, ചൈന തുടങ്ങിയ പേരുകളൊക്കെ ഈ ഒരു സ്ലൈഡ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത്, കാണാൻ പഠിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ബിക്കോസ് പരീക്ഷയ്ക്ക് പലപ്പോഴും കാണാറുണ്ട് കൊബാൾട്ട് അല്ലെങ്കിൽ നിക്കലിന്റെ കൂടുതൽ സാന്നിധ്യമുള്ളത് ഇന്ന രാജ്യങ്ങളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെസ്-ദാൻ-1% ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇതിനകത്ത് സിലിക്കൺ ആണ് നമ്മൾ +1% ഇറക്കുമതി എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം, ക്രിട്ടിക്കൽ മിനറൽസിലെ പ്രധാനപ്പെട്ട ചലഞ്ച് എന്താണെന്നുള്ളത്. ഒന്ന് നമുക്കറിയാം, ഇവയുടെ ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ്, വിച്ച് മീൻസ് ലോകത്തെമ്പാടും കാണപ്പെടുന്ന മിനറൽസ് അല്ല ക്രിട്ടിക്കൽ മിനറൽസ്. ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ മിനറൽസ് ഉള്ളത്. ഉദാഹരണം പറയുവാണെങ്കിൽ 55% ലിഥിയത്തിന്റെയാണ് 55% എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ് ലിഥിയത്തിന്റെ 55% ഉള്ളത്. ചൈനയിലാണ് ഈ പറഞ്ഞ പോലെ റെയർ എർത്ത് എലമെന്റ്സിന്റെ 60% ബേസിക്കലി ഉള്ളത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ മിനറൽസ് പലതും ഈ പറഞ്ഞ പോലെ ജോഗ്രഫിക്കൽ വൈസ് ലിമിറ്റഡ് ആണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇന്ത്യ ആണെങ്കിലും ഏകദേശം കുറേയൊക്കെ മിനറൽസ് ഇപ്പൊ ലിഥിയൊക്കെ ആണെങ്കിലും 100% ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനെ എത്രയും പെട്ടെന്ന് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ നടത്തി അതിനെ എക്സ്പ്ലോറേഷന് വിധേയമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഒളിഗോപോളിസ്റ്റിക് മോണോപ്പൊളി എന്നുള്ളത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. പിന്നെ ഈ മേഖലകളിൽ ചൈനയുടെ ഒരു ഡോമിനൻസ് ഉണ്ട്. മീൻസ് ഈ ഒരു ലിഥിയം റിസോഴ്സ് പ്രോസസിന്റെയോ റിഫൈനിങ്ങിന്റെയോ കാര്യങ്ങളിലൊക്കെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻസ് ഉള്ളത് ചൈനയ്ക്കാണ്. അവിടുത്തെ ഈ പറഞ്ഞ പോലെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് മിക്ക ആളുകളും ഉപയോഗിക്കുന്നത് പോലും. അപ്പൊ അതൊരു നമുക്കൊരു ചലഞ്ചാണ്. ബിക്കോസ് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് അത്ര സ്മൂത്ത് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ ജിയോ പൊളിറ്റിക്കലുള്ള സിഗ്നിഫിക്കൻസ് ചെയ്യുന്നത് വളരെ കൂടുതൽ. ബിക്കോസ് ഈ ക്രിട്ടിക്കൽ മിനറൽസിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നമ്മുടെ ആഫ്രിക്കൻ മേഖലകളിലൊക്കെ തന്നെയാണ്. ലോകത്തിന്റെ 30%ഓളം ഈ ക്രിട്ടിക്കൽ മിനറൽസിന്റെ നമ്മൾ കാണപ്പെടുന്ന ഈ ഒരു ആഫ്രിക്കൻ മേഖലകളിലാണ്. അപ്പൊ ആഫ്രിക്കയുമായിട്ട് ബന്ധപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് നല്ലൊരു ഈ പറഞ്ഞ പോലെ ബന്ധത്തിൽ പോകുന്നതും ഇന്ത്യക്ക് നല്ലതായിരിക്കും എന്നുള്ളത് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് മെയിൻ ഈ ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു റൈറ്റ് സൈഡിൽ ഈ പറഞ്ഞ കൊളാബറേറ്റിംഗ് ഓൺ ക്രിട്ടിക്കൽ മിനറൽസ് എന്നുള്ളതിന്റെ അവിടെ ഈ പറഞ്ഞ അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ വിശേഷിപ്പിക്കുന്നുണ്ട് ഈ ഒരു ആഫ്രിക്കൻ കൺട്രീസിനെ ലാൻഡ് ഓഫ് ദ ഫ്യൂച്ചർ എന്നാണ് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. ബിക്കോസ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ക്രിട്ടിക്കൽ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ലാൻഡ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് ബേസിക്കലി ആ ഒരു ആഫ്രിക്കൻ കോണ്ടിനെന്റ്സിനെ ബേസിക്കലി അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. ബിക്കോസ് ആ ഒരു എത്രത്തോളം റിസർവ്സ് ഉണ്ടാകാം ആ ഒരു പ്രദേശങ്ങളിലൊക്കെ തന്നെ. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക്
എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു MCQ ആണ്. ഇത് നമ്മുടെ ഇന്റർപോളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അത് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം എഴുതാൻ സാധിക്കും. ഇന്റർപോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 3 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.